ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ പേജ് ഫോളോ ചെയ്യണം, അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ലബോറട്ടറി ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട്, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ ലോണ്ടറി മാൻ്റെ വേക്കൻസി ഉണ്ട്, അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട്, ജനറൽ പ്രാക്ടീഷണേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം, അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് PCA നോക്കാം. പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ് കേട്ടോ. യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റിൽ അവർ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് കേട്ടോ, പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ്. അപ്പോൾ ANM ഒക്കെ കഴിഞ്ഞ് ജോലി നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നഴ്സിംഗ് കെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പിന്നെ യുണൈറ്റഡ് മാൻ പവറിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ആ റിക്രൂട്ട്മെൻറ്റ് അവർ നടത്തുന്നത്. യുണൈറ്റഡ് മാൻ പവർ ഏജൻസി ഇവിടുത്തെ ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേട്ടോ. അവർ ഇവിടെ ഹമദിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, സിദ്രയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും ക്ലിനിക്കിലേക്കും ഒക്കെ സ്റ്റാഫിനെ നഴ്സസിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കേട്ടോ. അവരാണ് ഇട്ടിരിക്കുന്നത് പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ്. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് അയച്ചിരുന്നാൽ ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം. പിന്നെ അടുത്ത വേക്കൻസി അവരുടെ തന്നെയാണ്. അവരിട്ടിരിക്കുന്നത് ലോണ്ടറി മാൻ്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ആ വേക്കൻസി തന്നെ ഇന്നും ഇട്ടിട്ടുണ്ട്. ലോണ്ടറി മാൻ്റെ വേക്കൻസിയാണ് കേട്ടോ. അതവർ പറയുന്നത് ടു വർക്ക് ഇൻ എ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നാണ് അവരതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ലോണ്ടറി മാൻ. അപ്പോൾ ഹോസ്പിറ്റലിൽ ലോണ്ടറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവരൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ്റെ വേക്കൻസി യുണൈറ്റഡ് മാൻ പവർ ആണ് ഇട്ടിരിക്കുന്നത്, അവരുടെ സൈറ്റിലുണ്ട്. അത് പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്ററിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. ഏതോ ഒരു പ്രൈവറ്റ് മെഡിക്കൽ സെൻറ്ററിന് വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ് ഇട്ടിരിക്കുന്നത്. ലബോറട്ടറി ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡെർമറ്റോളജി നേഴ്സ്, ഡെൻ്റൽ നേഴ്സ്, ജനറൽ നേഴ്സ്, ഡെൻ്റൽ അസിസ്റ്റൻ്റ്. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് അവർ ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയാണ് കേട്ടോ. അപ്പോൾ നഴ്സസിൻ്റെ വേക്കൻസി ഉണ്ട്, ഡെൻ്റൽ നഴ്സസിൻ്റെ ഉണ്ട്, ജനറൽ നേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെർമറ്റോളജി നഴ്സസിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം GNM കഴിഞ്ഞ് ജോലി നോക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് ജനറൽ നഴ്സിൻ്റെ ഒക്കെ വേക്കൻസി കേട്ടോ. അപ്പോൾ യുണൈറ്റഡ് മാൻ പവർ ഏജൻസിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഏതോ മെഡിക്കൽ സെൻറ്ററിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ജനറൽ പ്രാക്ടീഷണർ, MBBS കഴിഞ്ഞ് ജനറൽ പ്രാക്ടീഷണറിന് ജോലി നോക്കുന്നവർ ആസ്പെയർ ഹെൽത്ത് സർവീസ് അവർ ജനറൽ പ്രാക്ടീഷണേഴ്സിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. വാലിഡ് QCHP ലൈസൻസ്, NOC ഈസ് മാൻഡേറ്ററി, അവൈലബിൾ ഫോർ ഇമ്മീഡിയറ്റ് ജോയിനിങ്. അങ്ങനെയാണ്, മെയിലാണ് കേട്ടോ. മെയിൽ MBBS കഴിഞ്ഞ് മെയിൽ ആരെങ്കിലുമൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ആസ്പെയർ ഹെൽത്ത് കെയർ സർവീസാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വേക്കൻസി പറയാനുള്ളത്, ഇവിടുത്തെ ഒരു HBC എന്ന് പറഞ്ഞൊരു കമ്പനി അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിൽ ഡിഗ്രിയും പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ HBC എന്ന് പറഞ്ഞ അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. മെയിൽ ID ഒക്കെ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസിയാണ് ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റിൽ അവർ ഹമദ് ഹോസ്പിറ്റലിലേക്ക് എംപ്ലോയി ഹെൽത്ത് ആൻഡ് വെൽനസ് സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് അത് ഇട്ടിരിക്കുന്നത്. എംപ്ലോയി ഹെൽത്ത് ആൻഡ് വെൽനസ് സ്പെഷ്യലിസ്റ്റ്, അതിന് ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡ്, ന്യൂട്രീഷനിലോ ഏതെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡിലുള്ള ബാച്ചിലർ ഡിഗ്രി, 6 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെൽനസ് പ്രോഗ്രാമിലൊക്കെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പ്രിഫറബിളി ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് എക്സസൈസ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ജസീന ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈറ്റിൽ കിടപ്പുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
എന്താണ് ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്തിൽ എംപ്ലോയി ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണ്ടവർ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.